This phone have pro features, but it's not a pro phone. So, what is it? This is iPhone 17. ഏറ്റവും ആദ്യം നമ്മുടെ ഡിവൈസിൻ്റെ ഈ പറഞ്ഞ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. iPhone 16-ഉം 17-ഉം നിങ്ങൾക്ക് ഒരു ലുക്ക് വൈസ് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. സെയിം ആ ഒരു ക്യാമറ കട്ടൗട്ടും ആക്ഷൻ ബട്ടണും ക്യാമറ കൺട്രോളും എല്ലാം ഐഡൻറ്റിക്കലി സെയിം ആണ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ ഡിഫറൻസിയേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡിസ്പ്ലേ സൈസാണ്. യെസ്, 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചിലേക്ക് iPhone 17 സീരീസ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് 17 ബേസ് മോഡല് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഡിഫറൻസ് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഫീച്ചർ നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6.3 ഇഞ്ചിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ OLEDിൻ്റെ ഒരു Pro XDR ഡിസ്പ്ലേ ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഇത്രയും നാൾ നമ്മുടെ iPhone Pro സീരീസിൽ മാത്രം കണ്ട പ്രോ മോഷൻ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള 10 to 120 ഹെർട്സിൻ്റെ ആ റിഫ്രഷ് റേറ്റും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ യെസ്, കാരണം ആ ഒരു ഫ്ലൂയിഡിറ്റിയും അതോടൊപ്പം റിഫ്രഷ് റേറ്റും ഈ പറഞ്ഞ കോണ്ടന്റ് ക്വാളിറ്റിയും നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്രസ് ചെയ്ത് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഏറ്റവും ഐഡിയലി ബെറ്റർ എന്ന് പറയുന്നത്. ഡീപ്പ് ബ്ലാക്കും ഏറ്റവും നല്ല കളർ കറക്ഷൻ ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും ഈ പറഞ്ഞ ഡിസ്പ്ലേയിലാണ് ലഭിക്കുന്നത്. ഈവൻ ദോ 16-ഉം 17-ഉം ഉൾപ്പെടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 16-ൽ കാണുന്ന പല കാര്യങ്ങളും 17-ൽ പ്യുവർ ബ്ലാക്കും 16-ൽ സെയിം കളർ ഒരു ഗ്രേയിഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ആ ഒരു ഡിഫറൻസിയേഷൻ, ബ്ലാക്കും ഗ്രേയും തമ്മിലുള്ള സെയിം ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന പുതിയ പ്രോ മോഷൻ ഡിസ്പ്ലേയിലാണ്. ആൻഡ് ഈ സെയിം ഡിസ്പ്ലേയിൽ ആപ്പിളിൻ്റെ ഒരു പുതിയ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള സെറാമിക് ഷീൽഡ് 2 ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സെറാമിക് ഷീൽഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ സ്ക്രാച്ച് ആവുമെങ്കിലും ഏറ്റവും നല്ല രീതിക്ക് സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചെറിയ നമ്മുടെ ഫോണിൽ പോക്കറ്റ് ഇടുമ്പോൾ ഈ പറഞ്ഞ കീ അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ പൈസയോ അങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും സ്ക്രാച്ചായി ഡിസ്പ്ലേ ഡാമേജ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഗാർഡായിട്ടാണ് ആപ്പിൾ സെറാമിക് ഷീൽഡ് 2 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു സെയിം ടെക്നോളജിയും ആപ്പിൾ ഈ ഒരു ഡിസ്പ്ലേയിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കഴിഞ്ഞ കൊല്ലം ഐപാഡിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം ആൻറ്റി റിഫ്ലക്റ്റിംഗ് ആ ഒരു കോട്ടിങ് ഈ ഒരു ഡിവൈസിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണലി എനിക്ക് അത്രമാത്രം ഒരു ആൻറ്റി റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള കോട്ട് അല്ലെങ്കിൽ ആൻറ്റി റിഫ്ലക്റ്റിംഗ് ആ ഡിസ്പ്ലേ ഫീൽ ചെയ്തില്ല. ഞാൻ ഔട്ട്ഡോർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ ഷെയ്ഡും അതോടൊപ്പം കുറച്ച് ഗ്ലെയറും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഔട്ട്ഡോർ പോകുമ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ്, ഏറ്റവും പീക്ക് ബ്രൈറ്റ്നെസ് എന്നത് 3000 നിറ്റ്സ് ആണ്. കഴിഞ്ഞ കൊല്ലം 16-ൽ വരുമ്പോൾ പോലും അത് 2000 നിറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വട്ടം 3000 ആകുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ പോകുമ്പോൾ എത്ര എക്സ്ട്രീം സണ്ണി ആണെങ്കിൽ പോലും, അത്രമാത്രം വെളിച്ചമുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ നോക്കുന്ന കോണ്ടന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു സെയിം ഡിസ്പ്ലേയിൽ എല്ലാവരും 120 ഹെർട്സും ബാക്കി കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ മാക്സിമം തിന്നസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസൽ സൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലം 16 പ്രോയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു സെയിം തിന്നസ്റ്റ് ആയിട്ടുള്ള ബെസൽ സൈസ് തന്നെ ഈ ഒരു വട്ടം ആപ്പിൾ ഈ ഒരു 17 മോഡലിലും കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ക്യാമറ എന്ന് പറയുന്നത് യെസ്, ഈ ഒരു ഡിവൈസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ 2 ക്യാമറ ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമുക്ക് iPhone 16-ലേക്ക് നോക്കുമ്പോൾ 48+12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ ആണെങ്കിൽ ഈ ഒരു കൊല്ലം വരുമ്പോൾ 48+48-ൻ്റെ 2 ഏറ്റവും അടിപൊളിയായ ഫ്യൂഷൻ ക്യാമറ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ക്യാമറയിൽ കഴിഞ്ഞ കൊല്ലം 16 പ്രോയിലേക്ക് വന്നാൽ ആ ഒരു സെയിം മാക്രോ എഫിഷ്യൻസി ഈ ഒരു 17 സീരീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും റിച്ചറും ഡീറ്റെയിലുമായ എല്ലാ മാക്രോ ഷോട്ടുകളും ഫോട്ടോഗ്രാഫീസും ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതോടൊപ്പം 2 ക്യാമറ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ അതും പ്രൊഫഷണൽ രീതിയിൽ തന്നെ നല്ല രീതിക്കുള്ള വീഡിയോഗ്രാഫ്സും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് ക്യാമറയിൽ കാട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്തത് ഫ്രണ്ട് ക്യാമറയാണ്. യെസ്, 24 മെഗാ പിക്സലിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജ് വരുന്ന ഒരു പുത്തൻ പുതിയ ക്യാമറ സെൻസറും ക്യാമറ ടെക്നോളജിയും.
12 മെഗാ പിക്സലിന് ആപ്പിൾ പറയുന്നില്ല, 18 മെഗാ പിക്സലിനാണ് പറയുന്നത്. പക്ഷേ 12 മെഗാ പിക്സലിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് സെൻസറിൽ 18 മെഗാ പിക്സലിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫ്സ് ആണ് ലഭിക്കുന്നത്. ഇത് സ്ക്വയർ ഷേപ്പ് സെൻസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അൾട്രാ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഷോർട്ട് കോണ്ടന്റോ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസിൽ നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ വീഡിയോ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസിൽ സെൻട്രൽ സ്റ്റേജ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഐഫോണിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഷൂട്ട് ആണെങ്കിൽ എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടും ആ ഒരു സെയിം എസ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം വ്യൂവിലേക്ക് 1-2 ആൾക്കാർ വരാണെങ്കിൽ സൂം ഔട്ട് ചെയ്യുകയും ഞാൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ ക്യാമറയും അതനുസരിച്ച് മൂവ് ആകും. സോ ആ ഒരു ഓപ്ഷനാണ് സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു ഫീച്ചറും ആപ്പിൾ iPhone 17 കൊണ്ടുവന്നുണ്ട്. ഇതൊന്നുമല്ല ഏറ്റവും വലിയ ഇംപ്രസീവായ മാറ്റം എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാത്രമല്ല, നമ്മൾ ചില സമയത്ത് ഈ പറഞ്ഞ സെൽഫി എടുക്കുമ്പോൾ ഇങ്ങനെയും ഈ പറയുന്നൊരു മോഡുലേഷനിലും നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫോണിൻ്റെ ഗ്രിപ്പ് ഈ പറയുന്ന പോർട്രേറ്റ് രീതിയിൽ ഷൂട്ട് ചെയ്യാനാണ്. ഈ പോർട്രേറ്റ് രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ആൾക്കാരെയും ഒറ്റ ഫ്രെയിമിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ കുറേ ദൂരത്തേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്ത് മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൺജസ്റ്റ് ചെയ്ത് വേണം ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ഈ പറഞ്ഞ 18 മെഗാ പിക്സലിൻ്റെ സെൻസർ വന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൺ സെയിം പോർട്രേറ്റ് മോഡിൽ പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഈ പറഞ്ഞ ഡിവൈസിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗാണ് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പിൾ നമുക്ക് തരുന്നത്. ഈ ഒരു കാര്യം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്. കാരണം കുറേയധികം ആൾക്കാർക്ക് ഫോൺ ഏറ്റവും കൂടുതൽ ഗ്രിപ്പുള്ളത് പോർട്രേറ്റ് മോഡിലാണ്. ഇതെല്ലാം മാറ്റി വെച്ചാലും ആപ്പിളിലെ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് ഡ്യുവൽ ക്യാമറ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കോണ്ടന്റ് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളോ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ കാർത്തികേയനായാലും അല്ലെങ്കിൽ ഷാസിക്കായാലും അവരൊക്കെ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫേസിലെ എക്സ്പ്രഷനും അതോടൊപ്പം ഫ്രണ്ടിൽ കാണുന്ന ഒരു കോണ്ടന്റ് കൂടെ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവർക്ക് ഒരു വലിയ കാര്യം. നമ്മുടെ സുജിത്തേട്ടനൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഈ പറഞ്ഞ ഡ്യുവൽ ക്യാമറ റെക്കോർഡിംഗ് ഓപ്ഷനും ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫ്സും അതോടൊപ്പം പല ടൈപ്പിലുള്ള വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ഏറ്റവും നല്ല റിച്ചറായിട്ടും ഡാറ്റാസും ഡീറ്റെയിൽസും തരുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ബ്രെയിനാണ്, ദ A19 ചിപ്സെറ്റ്. ഈ പറഞ്ഞ ഫോട്ടോസും നമ്മുടെ എല്ലാ ഡിവൈസിൻ്റെയും ഫങ്ഷണാലിറ്റീസും പുതിയ iOS 26 ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ആനിമേഷൻസും എല്ലാം വർക്ക് ചെയ്യുന്നത് പുതിയ A19 ചിപ്സെറ്റിലാണ്. ഈ ഒരു സെയിം ചിപ്സെറ്റിൽ തന്നെ നമുക്ക് AI സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കോറും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇത് ന്യൂറോ ടെക്നോളജി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന AI വർക്ക് കൂടുതൽ വരുമ്പോൾ ആ ഒരു വർക്ക് ലോഡ് എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്പെസിഫൈ പ്ലോട്ട് ചിപ്സെറ്റിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ നമുക്കറിയാവുന്ന പോലെ എക്സ്ട്രീം ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡിവൈസിലെ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ A19 എന്ന ചിപ്സെറ്റ് ടോപ്പ് നോച്ച് ആയിട്ടാണ് 3 നാനോമീറ്റർ ടെക്നോളജിയിൽ ആപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് പവർ എന്ന് പറയുന്നത്. യെസ്, ബാറ്ററി ഈ ഒരു വട്ടം നല്ല രീതിക്ക് ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം 6 മുതൽ 8 മണിക്കൂറോളം പ്ലേ ബാക്ക് ആണ് ആപ്പിൾ പ്രോമിസ് ചെയ്യുന്നത്. 10 മിനിറ്റ് ചാർജ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം 40 വാട്ടിൻ്റെയൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. 20 മിനിറ്റ്സ് ചാർജ് ചെയ്താൽ 50% വരെ ചാർജ് ഈ പറഞ്ഞ 17 സീരീസിൽ നിങ്ങൾക്ക് ചാർജ് എത്താൻ പറ്റും. സോ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങും അതോടൊപ്പം വയർലെസ് ചാർജിങ് മെക്കാനിസത്തിൽ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ Qi2 ചാർജസും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതാണ് ഏത് ഡിവൈസ് ഞാനിപ്പോൾ എടുക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഡിവൈസിൽ നിന്ന് ഞാൻ ജമ്പ് ചെയ്യണം, ഞാനിത് ഏത് ഡിവൈസിൽ നിന്ന് സ്വിച്ച് ചെയ്യണം എന്നുള്ള ഡൗട്ട്. ഞാൻ പറയാം, iPhone 11 നിന്ന് അല്ലെങ്കിൽ iPhone 11 to 14 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ജമ്പ് ആയിരിക്കും iPhone 17 എന്ന് പറയുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ബെറ്റർ ബാറ്ററി, ഏറ്റവും എഫിഷ്യൻ്റ് ആയ ക്യാമറ ആൻഡ് ഏറ്റവും ഹൈലി പെർഫോംഡ് ആയിട്ടുള്ള
ഒരു പുതിയ ചിപ്സെറ്റ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ജമ്പായിരിക്കും ഈ പറഞ്ഞ iPhone 17 എന്ന് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ കുറേയധികം സെയിൽസും iPhone 16 16 Proൻ്റെ ഒക്കെ പ്രൈസ് ഡിമിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കും 16 Pro എടുക്കാനൊരു താല്പര്യം ഉണ്ടാവും. Pro സീരീസ് അല്ലേ, ഒരു ക്യാമറ അഡീഷണൽ ഉണ്ട്, നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നിങ്ങനെ പറയുന്ന ആൾക്കാരോടും ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, 16 Proനെയും കാട്ടും മച്ച് ബെറ്റർ ആണ് 17 എന്ന് പറയുന്നത്. അൺലെസ് ഈ പറയുന്ന പ്രോ റോ വീഡിയോസോ കളർ ഗ്രേഡിങ്ങോ ടെലിഫോട്ടോ ലെൻസോ ഈ പറയുന്ന 4x 5xൻ്റെ ഒക്കെ ടെലിഫോട്ടോ ലെൻസോ നിങ്ങൾക്ക് അത്രമാത്രം യൂസ് വരുന്നില്ലെങ്കിൽ ഗോ ഫോർ iPhone 17. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഞാൻ നേരത്തെ ഉള്ള ബെറ്റർ ബാറ്ററി, സെറാമിക് ഷീൽഡിൻ്റെ സെക്കൻഡ് 2 ജനറേഷൻ, ഡ്യുവൽ ക്യാമറ റെക്കോർഡിംഗ് എന്നിങ്ങനെ കുറേയധികം ഫങ്ഷണാലിറ്റീസ് 17 സീരീസിലാണ് ആപ്പിൾ കൊണ്ടുവരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 16 Proനെയും കാട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ്, ഈ പറഞ്ഞ സിനിമ വീഡിയോ ഷൂട്ടിംഗ്, അതോടൊപ്പം ഹൈ കോണ്ടന്റ് കളർ ഗ്രേഡിംഗ് ഇങ്ങനത്തെ കാര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ iPhone 16 Pro എടുക്കേണ്ട യാതൊരു കാര്യമില്ല. 17 ആണ് ഏറ്റവും നല്ല ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോ പേരില്ലെങ്കിൽ പോലും ഇറ്റ്സ് എ പ്രോ ഫോൺ, ബിക്കോസ് എല്ലാ പ്രോ ഫീച്ചേഴ്സും ഈ ഒരു നോൺ പ്രോ ഡിവൈസ് ആയിട്ടുള്ള iPhone 17 വന്നിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി. അതോടൊപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് iPhone 17 ആൻഡ് iPhone 16 ഒരു കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ടത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഐഫോണിൻ്റെയും ആപ്പിളിൻ്റെയും ടിപ്സും ട്രിക്സും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yevin Xavier signing from Evika.